ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക അവിയൽ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കോവയ്ക്ക 4ആയിട്ട് മുറിച്ചതാണ്. ഇതിലേക്ക് 1-2 പച്ചമുളകും കൂടി നീളത്തിലരിഞ്ഞ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, അത് വേവാൻ വേണ്ടിയിട്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓണാക്കി അടച്ച് വെച്ച് വേവിക്കാം. പെട്ടെന്ന് വേവുന്നതാണ്. ഇനി നമുക്ക് ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് പുളി, ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കോവയ്ക്ക ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ. പിന്നെ നമ്മൾ കൂട്ടരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു പോവരുത്. തോരൻ അരയ്ക്കുന്നത് പോലെ അരച്ചെടുത്താൽ മതി. കുറച്ചും കൂടി വെള്ളമുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം. കൂട്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റി വരട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.